ചൂട് കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ തൊണ്ടയിലും ചുണ്ടിലും നാവിലും ഒക്കെ ഈ ചൂടൂരും കൂടാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്കൊക്കെ എല്ലാ ബോഡിയിലും അങ്ങനെയില്ല, ചില ബോഡിയിലൊക്കെ ചൂട് കൂടുന്നതനുസരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നാവിലൊക്കെ. അപ്പോൾ ഇത് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ ഞാനീ പറയുന്നത്. അതായത് പാലും കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കിലോ കൊച്ചുള്ളി എടുക്കുക. അതൊരു കൊച്ചു കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം പാല് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഈ ഒരു കൊച്ചുള്ളി അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഈ ഒരു പാല് പൊട്ടിച്ചൊഴിച്ച് അതിനെ 1 ഗ്ലാസ് ആക്കി മാറ്റിയെടുക്കുക. അപ്പോൾ തന്നെ ഈ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഞാനിതൊരു നൈറ്റിലാണ് മിക്കപ്പോഴും എൻ്റെ വീട്ടിൽ മക്കൾക്കായാലും അല്ലെങ്കിൽ ഇക്കാക്കായാലും എനിക്കായാലും എന്തെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ നൈറ്റായിരിക്കും കൂടുതൽ ഇത് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഏറ്റവും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് നൈറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നൈറ്റ് ഒന്നുണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കിച്ചൺ പണി നടക്കുന്നുണ്ട് കേട്ടോ. പുട്ട് അവിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എൻ്റെ ഇക്കാക്കൊരു മോഹം തോന്നി മീൻ രാത്രി വാങ്ങിച്ച് പൊരിക്കുന്നു. പക്ഷേ സത്യം പറയാലോ, നമ്മൾ ഈ ഫ്രഷായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ചാളയും മീനും കരുവാടും ഒക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില നേരങ്ങളിലൊക്കെ സങ്കടവും വരാറുണ്ട്. കാരണം എല്ലാം ഒതുക്കിയതിന് ശേഷിയായിരിക്കും നമ്മൾ ഒരിടത്ത് ഇരിക്കുക. ആ സമയത്ത് ഈ മീനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ക്ലീനാക്കിയാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ക്ലീനാക്കി കൊടുക്കും. പക്ഷേ നമ്മൾ വീട്ടിൽ വന്നാലും നമുക്ക് നമ്മളുടേതായ രീതിയിൽ ക്ലീനാക്കാനുണ്ടാവും. അപ്പം നമ്മൾ പാല് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ആ ഒരു കണക്ക് നോക്കണമെങ്കിൽ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നരടുമ്പം തന്നെ ആ ഒരു വെന്ത ആ ഒരു ഫീലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഒന്ന് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം അരിപ്പിൽ വെച്ച് അരിച്ച് നന്നായിട്ട് ഈ ഉള്ളിയും ഈ പാലും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് നരടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ ശ്രമിക്കുക. അതിന് ശേഷം ഉള്ളി കഴിക്കുന്നവർക്ക് കഴിക്കാം, മിക്ക ആൾക്കാരും കഴിക്കില്ല, ഇവിടെ കഴിക്കില്ല കേട്ടോ. കാരണം അതിനെ അരിച്ച് അവർക്കത് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ബെസ്റ്റ് മരുന്നാണ് ഇത്. ചിലർക്ക് ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ അത് കുറയും, ചിലർക്ക് അങ്ങനെയല്ല, ഒരു 3 വട്ടമെങ്കിലും കുടിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.